നമസ്കാരം. കായംകുളം എം.എൽ.എ. പ്രതിഭയുടെ മകൻ കഞ്ചാവ് കേസിൽ പെട്ടതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. അത് പല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു കേസിന്റെ തുടക്കം നമുക്കറിയാം. ആദ്യം ഇത്തരത്തിൽ എം.എൽ.എയുടെ മകനെ പിടികൂടുന്നു എക്സൈസ് സംഘം. പിന്നീട് അത് വ്യാജ വാർത്തയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഭ തന്നെ മാധ്യമങ്ങൾക്കെതിരെ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നു. പിറ്റേന്ന് എക്സൈസിന്റെ FIRൽ മകൻ, അതായത് എം.എൽ.എയുടെ മകന്റെ പേര് വരുന്നു. എം.എൽ.എയുടെ മകൻ പ്രതിയായ കേസ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അതോടൊപ്പം ഈ ഒരു കേസെടുക്കുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്ത എക്സൈസ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുകയും ചെയ്തു. അദ്ദേഹത്തെ മലപ്പുറത്തേക്കാണ് സ്ഥലം മാറ്റിയത്. അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് ഇടയിലാണ് ഇപ്പോൾ മന്ത്രി സജി ചെറിയാന്റെ ഭാഗത്തു നിന്നും ഒരു വിവാദമായേക്കാവുന്ന വിധത്തിലുള്ള ചില പരാമർശങ്ങൾ വന്നിരിക്കുന്നത്. അദ്ദേഹം പ്രതിഭയെ പൂർണ്ണമായും ന്യായീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പ്രതിഭ മുന്നോട്ട് വെച്ച ചില സംശയങ്ങൾ അത് യാഥാർത്ഥ്യമാണ് എന്ന തരത്തിൽ ഉള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ സജി ചെറിയാന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. അതായത് കുട്ടികൾ പുകവലിക്കുന്നത് അപരാധമാണോ എന്നാണ് സജി ചെറിയാൻ ചോദിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു അപരാധം ചെയ്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ ചെറിയൊരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കുട്ടികൾക്കെതിരെ കേസെടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ എം.എൽ.എയുടെ മകനെയും മറ്റ് ആളുകളെയും ചെറുപ്പക്കാരെയും പിടികൂടിയതിനെ ന്യായീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ കേസെടുത്തത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സജി ചെറിയാൻ രംഗത്തേക്ക് വരുന്നത്. പുകവലിക്കുന്നത് അത്ര അപരാധമല്ലെന്നും താനും ഇടയ്ക്കൊക്കെ ഇത്തരത്തിൽ പുകവലിക്കാറുണ്ട് എന്നാണ് മന്ത്രി പറയുന്നത്. എന്നാൽ ഇത് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലതെന്നും സജി ചെറിയാൻ പറയുന്നുണ്ട്. അതായത് കായംകുളം എം.എൽ.എക്ക് ഇതുവരെയും CPMന്റെ ഭാഗത്തു നിന്നും ഈ ഒരു പ്രശ്നത്തിൽ പ്രത്യക്ഷമായ ഒരു പിന്തുണ ലഭിച്ചിരുന്നില്ല. ഇപ്പോഴിതാ സജി ചെറിയാന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു പിന്തുണയാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് ഈ എക്സൈസ് വകുപ്പിനെതിരെയാണ് സജി ചെറിയാന്റെ ഒളിയമ്പ് എന്നത് വ്യക്തമാണ്. എക്സൈസ് ഈ കാര്യത്തിൽ എടുത്ത, അല്ലെങ്കിൽ ധൃതി പിടിച്ചെടുത്ത ഒരു കേസാണ് എന്ന തരത്തിലാണ് സജി ചെറിയാൻ പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം മന്ത്രി മനസ്സിലാക്കാത്തതാണോ, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും അത് ഒളിച്ചു വെച്ചാണോ ഇത് സംസാരിച്ചത് എന്ന ചോദ്യമാണ് വരുന്നത്. കാരണം സാധാരണ ഒരു പുകവലിയല്ല, കഞ്ചാവാണ് ഈ ചെറുപ്പക്കാർക്കിടയിൽ നിന്നും പിടികൂടിയത്. അത് അത്രത്തോളം വലിയ ഗൗരവമുള്ള വിഷയമാണ് എന്ന് മന്ത്രിക്കറിയാം. പക്ഷേ എന്തുകൊണ്ടോ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു ന്യായീകരണം, അല്ലെങ്കിൽ ലളിതവൽക്കരിച്ചുകൊണ്ടാണ് സജി ചെറിയാന്റെ ഈ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ പലതരത്തിലുള്ള പ്രസംഗങ്ങൾ, അത് ഭരണഘടനാ വിരുദ്ധമായ പ്രസംഗം നടത്തിയതിൻ്റെ പേരിൽ വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും പിന്നീട് മന്ത്രിസ്ഥാനം രാജിവെച്ച് ഒഴിയേണ്ടി വന്ന ആളാണ് സജി ചെറിയാൻ. പിന്നീട് കോടതി ഇടപെടലിലൂടെ, അല്ലെങ്കിൽ ചില നീക്കങ്ങളിലൂടെ അദ്ദേഹം വീണ്ടും മന്ത്രിയായി മാറുകയാണ് ഉണ്ടായത്. ഇത്തരത്തിൽ വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന സജി ചെറിയാൻ ഇപ്പോൾ എക്സൈസ് വകുപ്പിന്റെ ഈ ഒരു നടപടിക്കെതിരെയാണ് ഇത്തരത്തിലുള്ളൊരു വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. എന്തായാലും ഇത് ഒരേ മന്ത്രിസഭയിലെ 2 വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന 2 മന്ത്രിമാർക്കിടയിൽ ഉണ്ടാവുന്ന ഒരു അസ്വാരസ്യങ്ങൾ, അല്ലെങ്കിൽ നിലപാടിലെ മാറ്റങ്ങൾ എന്നതിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കും. എന്തായാലും പ്രതിഭയ്ക്ക് ഒരു പിന്തുണ പാർട്ടിയിൽ നിന്നും ലഭിച്ചു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഇത്തരത്തിൽ കഞ്ചാവ് പിടികൂടുന്ന കേസൊക്കെ ഇത്രത്തോളം ലളിതവൽക്കരിക്കാമോ എന്ന ചോദ്യവും ഉയരുകയാണ്.